ശ്രീ എം കെ ഹരിദാസ് 8 മണിക്ക് സൂപ്രണ്ട് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി നമ്മളെല്ലാവരും കണ്ടതാണ്. അപകടം നടന്ന ആദ്യ മണിക്കൂറിലും, അതായത് മന്ത്രിമാർ പറഞ്ഞ ന്യായീകരണത്തിന് തൊട്ടുപിറകെ ഇതേ സൂപ്രണ്ട് കൃത്യമായി മന്ത്രിമാർ എന്താണോ പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതായത് ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമാണ്. പിന്നെ ഒരു സൂപ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് ചില പരിമിതികളുണ്ട്, എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുകയില്ലല്ലോ എന്ന് അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് എവിടെയാണ് പരിമിതി, എവിടെയാണ് ഏത് വാർഡിലാണ് നോക്കി നടത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ എവിടെയാണ് എത്തിച്ചേരാൻ കഴിയാത്തത്? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ പദവി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റത്തിന്റെ കുറ്റം, ആരോഗ്യമന്ത്രി ഉൾപ്പെടുന്ന സിസ്റ്റത്തിന്റെ കുറ്റം, ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സിസ്റ്റത്തിന്റെ കുറ്റം, ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ടവർ കണ്ണടച്ചിരുട്ടാക്കുന്നതിന്റെ കുറ്റം, ഇത് തന്നെയല്ലേ പറയേണ്ടത്? എന്താണ് ഇത്ര സംശയമുള്ളത്? ഈ അദ്ദേഹം പറഞ്ഞൊരു ആന മണ്ടത്തരം ഞാൻ കേട്ടിട്ട് ഞാൻ ചിരിക്കുക. കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 8 നിലയുള്ള ഒരു ബൃഹത് കെട്ടിടത്തിന്റെ വർക്ക് നടത്തുക, വർക്ക് തീരാൻ അതിൻ്റെതായ കാലതാമസങ്ങൾ നേരിടില്ലേ എന്ന്. 140 നിലയുള്ള കെട്ടിടം ഡൽഹിയിലും ബോംബെയിലും പണി ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തെ 8 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ പണി കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തോടു കൂടി കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്തു തരുന്ന ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിലവിലെ നമ്മൾ പറയില്ലേ ആധുനിക യന്ത്രവൽകൃത സംവിധാനം വെച്ചിട്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8-9 മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയാണത്. പിന്നെ ഇവിടെ ചർച്ചയിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന മാതിരി പണത്തിന്റെ കുറവുണ്ടെങ്കിൽ സർക്കാരിലേക്ക് എഴുതേണ്ട കാര്യമുള്ളൂ, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊന്നും എടുക്കണ്ട. ഇന്ന് രാത്രി 12 മണിക്ക് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ 12 മണിക്കുള്ളിൽ ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവിറക്കണം. 6 മാസത്തേക്ക് അതിന് പ്രാബല്യമുള്ളൂ എങ്കിൽ പോലും മരിച്ച ബിന്ദുവിനോടുള്ള എന്തെങ്കിലും കർത്തവ്യവും കടപ്പാടും ഈ ജനങ്ങളോടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവിറക്കാൻ ഈ സർക്കാരിനാവൂ? ആവില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പറ്റിയിട്ടുള്ള തെറ്റിന്റെ കാരണം കൊണ്ട് ഈ സംഭവത്തിൽ തനിക്ക് നേരിടാനിടയുള്ള നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള എല്ലാവിധ പഴുതുകളും അടച്ച് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു നടപടിയും ഇവിടെ കളക്ടറുടെ റിപ്പോർട്ടിന്റെ മുകളിലൊന്നും എടുക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് സർക്കാരിന്റെ കാലത്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന തെറ്റുകളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ജീവൻ ബലി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമായാലാണോ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ആദിയിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ കോട്ടയത്തെ പ്രശ്നവും 2-4 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങൾ ഇത് വിടുന്നതോടുകൂടി ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത ദുരന്തത്തെ പറ്റി ചർച്ച ചെയ്യാൻ മാനസികമായി തയ്യാറെടുക്കാൻ. കാരണം ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോട് നിറവേറ്റാൻ കഴിയാത്ത, ജനങ്ങളെ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ഒരു നികുതിദായകരായി മാത്രം കണ്ടുകൊണ്ട് ഇവിടെ 2 കോടി രൂപയ്ക്ക് ഒരു മിനിറ്റും കൂടി എനിക്ക് തരണം. 2 കോടി രൂപയ്ക്ക് മന്ത്രിമന്ദിരങ്ങൾ മോടി കൂട്ടിയ സർക്കാരാണ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ. 1,31 ലക്ഷം രൂപ ഒരു കൊല്ലം കൊണ്ട് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് വാങ്ങിയ 21 മന്ത്രിമാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 1,31 ലക്ഷം രൂപയിലെ ഏകദേശം 10% ഒരു മെഡിക്കൽ കോളേജിലെ ഈ ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കാൻ ഈ സർക്കാരിനെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു വൃദ്ധനായ മന്ത്രി KSEBയിൽ ഇരുന്നുകൊണ്ട് കേവലം 6 മാസം കൊണ്ട് 44 ലക്ഷം രൂപയാണ് രോഹിണി മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയിട്ട് വാങ്ങിയിരിക്കുന്നത്. വർക്കുകൾക്ക് ചിലവാക്കുന്നതിന്റെ 4-1 ചിലവഴിച്ചാലെങ്കിലും മതിയല്ലോ. സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ എം കെ ഹരിദാസ് ഇടപെട്ടത്.